കൊച്ചി കുണ്ടന്നൂരിലെ തോക്കു ചൂണ്ടി കവർച്ചയിൽ പിടിയിലായ അഭിഭാഷകൻ നിഖിൽ രവീന്ദ്രൻ സ്ഥിരം കുറ്റവാളി. സമാനമായ രീതിയിൽ 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലും ഇയാൾ പ്രതിയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? അനുജ, കുണ്ടന്നൂരിലെ കേസുമായി ബന്ധപ്പെട്ടാണ് നിഖിൽ നരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന്റെ ഗൂഢാലോചന നടത്തിയത് നിഖിൽ നരേന്ദ്രനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇയാളൊരു പ്രധാനപ്പെട്ട ഈ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പ്രധാനപ്പെട്ട ഏജന്റാണ് ഈ അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രൻ. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്ക് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാവുന്നത്. ഒരു യുവ സംരംഭകയോട് 50 കോടി രൂപ ലോൺ വായ്പ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാണ് ഇയാൾ 1 കോടി ആവശ്യപ്പെട്ടത്. അവർ 46 ലക്ഷം രൂപ നൽകി, പക്ഷേ ലോൺ തരപ്പെടുത്തി നൽകിയില്ലായിരുന്നു. അങ്ങനെയാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത്. അങ്ങനെ ഈ ഇത്തരം തട്ടിപ്പുകൾ സ്ഥിരമായി ഏർപ്പെടുന്ന ആളാണ് നിഖിൽ നരേന്ദ്രൻ എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് നിലവിൽ മരട് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അനുജ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.